അങ്കമാലി പറക്കുളത്ത് വീടിന് തീപിടിച്ച് 4 പേർ മരിച്ചു. ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. ജാതിക്ക ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയറിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആകാം തീപടരാൻ കാരണമെന്നാണ് നിഗമനം. ബിനീഷിന്റെ അമ്മ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച 2 കുട്ടികളും. പോലീസും ഫയർഫോഴ്സും പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും പരിശോധന തുടരുകയാണ്. തൃശൂർ DCCയിലെ കൂട്ടത്തല്ലിൽ കേസെടുത്ത് പോലീസ്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ 1-ാം പ്രതിയാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ജോസ് വള്ളൂരിന് പുറമെ മറ്റ് 19 പേർക്കെതിരെയും കേസെടുത്തു. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ പരാതിയിലാണ് കേസ്. രാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൈദരാബാദിലായിരുന്നു അന്ത്യം. ETV, ഈനാട് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളും അദ്ദേഹം ആരംഭിച്ചതാണ്. 2016 രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ചടങ്ങ് നടക്കുക രാഷ്ട്രപതി ഭവനിൽ. പ്രധാനമന്ത്രിക്കൊപ്പം ധനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രധാന ഘടകകക്ഷികളുടെ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിന് സാക്ഷിയായി അയൽ രാജ്യങ്ങളിലെ തലവന്മാരും. മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു പങ്കെടുക്കും. ഡൽഹിയിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. മുയ്സുവിനൊപ്പം മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട്. മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് അഭിനന്ദനവുമായി ഇലോൺ മസ്ക് അഭിനന്ദനം അറിയിച്ചത് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ. ടെസ്ല അടക്കമുള്ള തന്റെ കമ്പനികൾക്ക് ഇന്ത്യയിൽ കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മസ്ക് പ്രത്യാശ പ്രകടിപ്പിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാജിനിർദ്ദേശം തള്ളി അമിത്ഷാ. ഫട്നാവിസ് രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചത് മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മോശം പ്രകടനത്തെ തുടർന്ന്. രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും മഹാരാഷ്ട്ര സർക്കാരിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഫട്നാവിസിന് അമിത്ഷായുടെ നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റിൽ ഇത്തവണ NDAക്ക് ജയിക്കാനായത് 17 മാത്രം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യം നേടിയത് 30 സീറ്റുകൾ. TDP നേതാവ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ ജൂൺ 12-ന്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 1995 മുതൽ 2004 വരെ അവിഭക്ത ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പിലും ചന്ദ്രബാബു നായിഡു ആന്ധ്ര മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇത്തവണ ആന്ധ്രയിലെ ആകെയുള്ള 175 സീറ്റിൽ 134 സീറ്റിലും ജയിച്ചാണ് TDP അധികാരത്തിലെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാൻ ഓഫ് ദി മാച്ച് രാഹുൽ ഗാന്ധിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുക്കണമെന്നും BJPയുടെ അഹങ്കാരത്തിനും ഏകാധിപത്യ ഭരണശൈലിക്കും ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയെന്നും തരൂർ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ 7 നക്സലൈറ്റുകളെ വധിച്ചു. 3 സൈനികർക്ക് പരിക്ക്. സംഭവം നാരായൺപൂർ ദന്തേവാഡ അതിർത്തിയിൽ. പ്രദേശത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായി പോലീസ്. തൃശൂർ DCC ഓഫീസിലെ തമ്മിത്തല്ലിൽ അന്വേഷണത്തിന് KPCC നേതൃത്വം. നടപടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന്. സംഘർഷത്തിൽ പരിക്കേറ്റ DCC സെക്രട്ടറി സജീവ് കുരിയച്ചിറയെ നേരിൽ കണ്ട് മൊഴിയെടുത്ത പോലീസ്. DCC പ്രസിഡന്റിന് പുറമെ മറ്റു 3 പേർക്കെതിരെയും സജീവ് മൊഴി നൽകി. സജീവിൽ നിന്നും പരാതി എഴുതി വാങ്ങിയ പോലീസ് കയ്യാങ്കളിയിൽ കേസെടുത്തേക്കും. വയനാട്ടിൽ റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റത് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥന്. ഗുരുതരമായി പരിക്കേറ്റ ശബരിനാഥനെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു.
ആരോഗ്യവകുപ്പ് ജീവനക്കാർ അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ലെന്ന് മന്ത്രി വീണ ജോർജ്. അനധികൃതമായി വിട്ടുനിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഡോക്ടർമാർ ഉൾപ്പെടെ 2000-ഓളം ജീവനക്കാരാണ്. ഇത് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെയും ചികിത്സയെയും ബാധിക്കുമെന്നും മന്ത്രി. മന്ത്രിയുടെ പ്രതികരണം സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ. സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് കേന്ദ്ര നേതൃത്വമെന്ന് MT രമേശ്. കേരളത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞുകിടക്കുന്നില്ലെന്നും ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷമാകുമെന്നും MT രമേശ്. പ്രതികരണം: MT രമേശിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ. കണ്ണൂർ മയ്യിലിൽ 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. മരണപ്പെട്ടത് പാവന്നൂർ മൊട്ട സ്വദേശികളായ ജോബിൻ, നിവേദ്, അഭിനവ് എന്നിവർ. കുളിക്കാനെത്തിയപ്പോൾ പുഴയിൽ വീഴുകയായിരുന്നു. മരിച്ച 3 പേരും ബന്ധുക്കളാണ്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി ബഹളം വച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. തുടർന്ന് നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിൽ 3 പേരെയും കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലം അഞ്ചലിൽ തല വേറിട്ട മൃതശരീരം അഴുകിയ നിലയിൽ. 10 ദിവസത്തോളം പഴക്കമുള്ള മൃതശരീരമാണ് കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ. കാൽമുട്ടുകൾ പിന്നോട്ട് മടക്കി തല വേറിട്ട് കിടക്കുകയായിരുന്നു. 50 മീറ്റർ അകലെ ചെരുപ്പും വാച്ചും കണ്ടെത്തി. തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച മുണ്ട് മരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ലഹരിയും ശീലവുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗീവർഗീസ് മാർ കുറിലോസിനെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ന്യൂസ് മലയാളം ഇംപാക്ട്. ലേക്ക് ഷോർ ആശുപത്രിക്കെതിരായ അവയവ കച്ചവട വാർത്തയിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നത് ഗൗരവതരമായ വാർത്ത. ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പരിശോധിക്കാൻ KSOTOയ്ക്ക് നിർദ്ദേശവും നൽകി. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നടപടിയെടുക്കും. ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും അനുവദിക്കില്ലെന്നും ആരോഗ്യമന്ത്രി. കൊച്ചിയിൽ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ഓട്ടോയിലെത്തിയ അജ്ഞാതൻ ഭീഷണിപ്പെടുത്തിയത് ഹൈക്കോടതി അഭിഭാഷകയായ അഡ്വക്കേറ്റ് പത്മലക്ഷ്മിയെ. പ്രതി സഞ്ചരിച്ച ഓട്ടോയുടെ നമ്പർ വ്യാജമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയെയും മുഖ്യമന്ത്രിയെയും സമീപിക്കുമെന്ന് അഭിഭാഷക. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. തുടർച്ചയായി മഴ പെയ്യുന്ന മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം. ബലിപെരുന്നാൾ ജൂൺ 17-ന്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടു. ജൂൺ 17 തിങ്കളാഴ്ച ബലിപെരുന്നാൾ ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. റോഡിൽ കൂടി നടന്നുപോയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിലായത് ജാർഖണ്ഡ് സ്വദേശി ബെഞ്ചമിൻ ബസ്കി. സംഭവമുണ്ടായത് ഇടുക്കി ഉദയഗിരിയിൽ. പ്രതി യുവതിയുടെ തലമുടിക്ക് കടന്നു പിടിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാളെ തള്ളി മാറ്റിയ ശേഷം സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് യുവതി രക്ഷപ്പെട്ടത്. പ്രതിയെ അറസ്റ്റ് ചെയ്തത് മുരിക്കാശ്ശേരി പോലീസ് ലേബർ ക്യാമ്പിലെത്തി. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ സമരത്തിലേക്ക്. ജൂലൈ 13-ന് സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയിലായി 3000-ഓളം പൊതുമേഖലാ പെട്രോൾ പമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ പമ്പുകളുടെ കടന്നുവരവോടെ പ്രതിസന്ധിയിലായ പല പമ്പുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ന്യായമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പെട്രോൾ പമ്പുകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത്.
അനിൽ ആന്റണിക്കും കെ സുരേന്ദ്രനുമെതിരെ ദല്ലാൽ നന്ദകുമാർ സമർപ്പിച്ച അപകീർത്തി കേസിൽ സാക്ഷികൾക്ക് സമൻസ് ഉത്തരവായി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കേസിൽ ഇന്നലെ പ്രാഥമിക വാദം നടന്നു. ജൂൺ 29-ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും. അഡ്വക്കേറ്റ് BA ആളൂരാണ് നന്ദകുമാറിന് വേണ്ടി ഹാജരാവുക. കങ്കണയെ തല്ലിയതിന് സസ്പെൻഷനിലായ കുൽവീന്ദർ കൗറിന് ജോലി വാഗ്ദാനം ചെയ്ത് ബോളിവുഡ് ഗായകനും സംഗീത സംവിധായകനുമായ വിശാൽ ദദ്ലാനി. കുൽവീന്ദർ കൗറിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ താൻ ജോലി നൽകുമെന്ന് വിശാൽ കുറിച്ചു. വിശാൽ ഇക്കാര്യം പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ. സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ ബിഭവ് കുമാറിന് ജാമ്യം അനുവദിക്കാൻ വിസമ്മതിച്ച് കോടതി. ജാമ്യാപേക്ഷ തള്ളിയത് ഡൽഹി തീസ് ഹസാരി കോടതി. ജാമ്യാപേക്ഷ തള്ളിയത് പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന ആശങ്ക കണക്കിലെടുത്ത്. തൊഴിൽ കുംഭകോണ കേസിൽ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനും മറ്റ് 77 പ്രതികൾക്കുമെതിരെ അന്തിമ കുറ്റപത്രം സമർപ്പിച്ച് CBI. കോടതി കേസ് പരിഗണിക്കുക ജൂലൈ 6-ന്. തേജസ്വി യാദവ്, റാബ്രി ദേവി എന്നിവരും കേസിലെ പ്രതികൾ. മുതിർന്ന പൗരന്മാരോടുള്ള അധിക്ഷേപ നിരോധന ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പോസ്റ്റർ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പ്രകാശനം ചെയ്തു. ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ, അംഗനവാടി, ആശുപത്രി, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പോസ്റ്റർ പ്രദർശിപ്പിക്കും. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KK പ്രജിത്ത് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മൂലം ജലോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. സബ് കളക്ടർ സമീർ കൃഷ്ണനാണ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചത്. യോഗത്തിൽ മുൻ MLA KK ഷാജു അധ്യക്ഷനായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജലജകുമാരി, മിനി മന്മഥൻ, ജലോത്സവ കമ്മിറ്റി കൺവീനറും കുട്ടനാട് തഹസിൽദാരുമായ PV ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായി. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷം ജൂൺ 16-ന്. മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ മാത്രം ബലിപെരുന്നാൾ ജൂൺ 17-നാകും. ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ 15-നും നടക്കും. സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് 4 ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. അവധി ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ജൂൺ 15 മുതൽ 4 ദിവസത്തേക്ക്. അവധി പ്രഖ്യാപിച്ചത് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് കാട്ടി അബുദാബിയിൽ ഭക്ഷണശാല അടച്ചുപൂട്ടിയത് അബുദാബിയിലെ ദേസി പാക്ക് പഞ്ചാബ് എന്ന റെസ്റ്റോറന്റ്. നടപടി അടുക്കളയിൽ നിന്ന് ചെറിയ പ്രാണികളെ കണ്ടെത്തിയതിലും ശുചിത്വം പാലിക്കാത്തതിലും പരിഗണിച്ചു. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരം ഇന്ന്. മഴ കാരണം ആദ്യ മത്സരം നഷ്ടമായ ഇംഗ്ലണ്ട് വിജയപ്രതീക്ഷയിൽ. മത്സരം രാത്രി 10:30-ന് കെറിങ്സ്റ്റൺ ഓവലിൽ. തൃശൂർ പുതുക്കാട് ചാക്കോച്ചിറയിൽ കാറ്റിൽ മരം കടപുഴകി വീണു. മരം വീണത് റോഡിന് കുറുകെയാണ്. ഈ സമയത്ത് റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പികൾ തകരാറായതിനാൽ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും KSEB അധികൃതരും എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. ശിവം ദുബെ പന്തെറിയുന്നില്ലെങ്കിൽ സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന് സഞ്ജയ് മഞ്ജരേക്കർ. IPL-ലെ അവസാന മത്സരങ്ങളിലെയും ലോകകപ്പ് സന്നാഹ മത്സരത്തിലെയും മോശം ഫോമാണ് സഞ്ജുവിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചതെന്നും സഞ്ജയ് മഞ്ജരേക്കർ. അമേരിക്കയ്ക്കെതിരെ നേരിട്ട തോൽവിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ വിമർശിച്ച് വസീം അക്രം. തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായത് കളി അമേരിക്കയ്ക്ക് അനുകൂലമാക്കി. പാകിസ്ഥാന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾ മങ്ങിയെന്നും വിമർശനം.
നോർവേ ചെസ്സിൽ പ്രതീക്ഷയോടെ പ്രജ്ഞാനന്ദ. അവസാന റൗണ്ടിൽ നക്കാമുറയാണ് ഇന്ത്യൻ താരത്തിന്റെ എതിരാളി. 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസൺ കരുവാനയെ നേരിടും. അവസാന റൗണ്ടിൽ ആവേശകരമായ പോരാട്ടം. ലോകകപ്പിൽ കളിക്കുന്നത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി സൂപ്പർ താരം ലയണൽ മെസ്സി. എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യപരമായി സജ്ജമാണെങ്കിൽ 2026 ലോകകപ്പിലും കളിക്കണമെന്നാണ് ആഗ്രഹം. നന്നായി കളിക്കാൻ ശരീരം ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. സഹതാരങ്ങൾക്കൊപ്പം മികച്ച മത്സരങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇനിയും കളത്തിലിറങ്ങുമെന്നും താരം അഭിമുഖത്തിൽ വ്യക്തമാക്കി. നിലവിൽ കോപ്പ അമേരിക്കയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് മേജർ സോക്കർ ലീഗിൽ ഇന്റർ മിയാമിയുടെ താരമായ ലയണൽ മെസ്സി. കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത് ജൂൺ 21-ന്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തകർപ്പൻ ഫോമിലൂടെ യൂറോ കപ്പ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ്. ക്രിസ്ത്യാനോ ഫുട്ബോൾ ലോകത്തെ വ്യത്യസ്തനായ താരമാണെന്നും അന്താരാഷ്ട്ര മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചതിന്റെ അനുഭവ സമ്പത്ത് അയാൾക്കുണ്ടെന്നും മാർട്ടിനസ്. യൂറോ കപ്പ് ഫുട്ബോളിന് തുടക്കമാക്കുക ജൂൺ 15 മുതൽ. ഫ്രഞ്ച് ഓപ്പണിനിടെ പരിക്കേറ്റ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. 37-കാരനായ ജോക്കോവിച്ച് വാർത്ത പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ. ജോക്കോവിച്ചിന് കാൽമുട്ടിൽ പരിക്കേറ്റത് ഫ്രഞ്ച് ഓപ്പൺ 4-ാം റൗണ്ട് മത്സരത്തിനിടെ. ടൂർണമെന്റ് അവസാനിക്കുന്നതോടെ ജോക്കോവിച്ചിന്റെ ലോക 1-ാം നമ്പർ പദവി നഷ്ടമാവും. ഇതോടെ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കും. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസിൽ തുടർച്ചയായ 3-ാം ഫൈനലിൽ പ്രവേശിച്ച് ഇഗ സ്വിയാറ്റെക്. പോളണ്ടിന്റെ ലോക 1-ാം നമ്പർ താരമായ സ്വിയാറ്റെക് റോളണ്ട് ഗരോസിൽ കലാശപ്പോരിന് ടിക്കറ്റ് വാങ്ങുന്നത് തുടർച്ചയായ 3-ാം വർഷം. ഇന്ന് നടക്കുന്ന ഫൈനലിൽ സ്വിയാറ്റെക്കിന്റെ എതിരാളി 12-ാം സീഡ് ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനി. ഇന്ദ്രൻസും മുരളി ഗോപിയും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന കനകരാജ്യത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം തിയേറ്ററുകളിലെത്തുക അടുത്ത മാസം 5-ന്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് വിനായക അജിത്ത്. സാഗറാണ് സംവിധായകൻ. ചിത്രം ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ നടന്ന 2 യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി. സ്ഥിരം മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറി ഇടുക്കി കാഞ്ചിയാർ മുരിക്കാട്ടുകുടി കോഴിമല റോഡ്. കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനോ മാലിന്യം നീക്കം ചെയ്യാനോ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നും പരാതി. പേടിപ്പെടുത്താൻ ബോളിവുഡ് താരം സഞ്ജയ് ദത്ത്. ദി വിർജിൻ ട്രീ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് ഹൊറർ കഥയുമായി സഞ്ജയ് ദത്ത് എത്തുന്നത്. സിദ്ധാന്ത് സച്ദേവ് സംവിധാനം ചെയ്യുന്ന ഈ ഹൊറർ കോമഡി ചിത്രത്തിൽ മൗനി റോയിയാണ് നായിക. സണ്ണി സിംഗ്, പാലക് തിവാരി, ആസിഫ് ഖാൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. നേരത്തെ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സെറ്റിൽ തീപിടുത്തമുണ്ടായത് വാർത്തയായിരുന്നു. ചിത്രീകരണം പുരോഗമിക്കുന്ന ദി വിർജിൻ ട്രീ ഓഗസ്റ്റിൽ തിയേറ്ററിലെത്തും. തെന്നിന്ത്യൻ നായിക വരലക്ഷ്മി ശരത് കുമാറിന് വിവാഹം. നിക്കോളായ് സച്ദേവുമായുള്ള വരലക്ഷ്മിയുടെ വിവാഹം ജൂലൈ 2-ന് നടക്കും. വിവാഹ സൽക്കാരം ചെന്നൈയിലെ ലീല പാലസിൽ വെച്ച് നടക്കും. രജനികാന്തിനെയും കുടുംബത്തെയും വിവാഹത്തിന് ക്ഷണിച്ച ചിത്രങ്ങൾ പങ്കുവച്ച് താരം. AR മുരുകദോസും ശിവകാർത്തികേയനും ആദ്യമായി ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ. ഹെവി ആക്ഷൻ സീനുകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുവെന്ന് തമിഴ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ബോളിവുഡ് താരം വിദ്യുത് ജാംവാൽ വില്ലൻ. ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത് ബിജു മേനോനും. സെയ്ഫ് അലി ഖാന്റെ പുതിയ ചിത്രം ജുവൽ തീഫ് എത്തുന്നു. റോബി ഗ്ലവൽ സംവിധാനം ചെയ്യുന്ന ത്രില്ലർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രം പ്രദർശിപ്പിക്കുക നേരിട്ട് OTT-യിൽ. ചിത്രത്തിന്റെ പ്രമേയം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള രക്ഷാപ്രവർത്തന ഓപ്പറേഷൻ. ചെറുകിട ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന UPI ലൈറ്റ് വാലറ്റ് പരിഷ്കരിച്ച RBI.
നിശ്ചിത പരിധിയിൽ ബാലൻസ് താഴെ പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി പണം വരവ് വെച്ച UPI ലൈറ്റിൽ പണം നിറയ്ക്കുന്ന സംവിധാനമാണ് RBI അവതരിപ്പിച്ചത്. പരിഷ്കരണം മെച്ചപ്പെട്ട സേവനം ഉപയോക്താക്കൾക്ക് നൽകുന്നതിന് വേണ്ടിയെന്ന് RBI. ഇന്ത്യയിൽ വാട്സാപ്പ് ബിസിനസ് ആപ്പ് ഉപഭോക്താക്കൾക്കായി വെരിഫൈഡ് പ്രോഗ്രാം അവതരിപ്പിച്ച് മെറ്റ വെരിഫൈഡ് സബ്സ്ക്രിപ്ഷൻ സേവനത്തിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വെരിഫൈഡ് ബാഡ്ജ് സ്വന്തമാക്കാം. ഇതുവഴി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ പ്രചരിക്കുന്നതും തടയാം. ആഗോള ബ്രാൻഡായ HTCയുടെ പുതിയ മോഡൽ മൊബൈൽ ഫോൺ ജൂൺ 12 പുറത്തിറങ്ങും. HTC U24 സീരീസ് ആകും പുറത്തിറങ്ങുക എന്നാണ് സൂചന. അതേ മോഡലിന്റെ പ്രോ സീരീസും ഇതോടൊപ്പം ഉണ്ടാകും. 32 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും 128 GB സ്റ്റോറേജും 8 GB റാമും അടങ്ങുന്നതാകും പുതിയ മോഡൽ. റിയർ ക്യാമറ, ബാറ്ററി കപ്പാസിറ്റി അടക്കം നിരവധി പുത്തൻ സവിശേഷതകളും ഫോണിലുണ്ട്. വില എത്രയാകുമെന്നത് സംബന്ധിച്ച് കമ്പനി വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. OnePlus, Redmi, Honor എന്നിവയുടെ പുതിയ മോഡലുകളാകും HTC ഇനത്തിൽ മത്സരിക്കുക. ബുക്ക് മൈ ഗോൾഡ് ലോൺ ക്യാമ്പയിൻ ആരംഭിച്ച് മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡ്. ക്യാമ്പയിൻ പുതിയ ബ്രാൻഡ് അംബാസിഡറായ ഷാരൂഖ് ഖാനെ ഉൾപ്പെടുത്തി. ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് പുതിയ ഫീച്ചറുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ. എയർ ഇന്ത്യ വിസ്താര ലയനത്തിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ അനുമതി. ലയനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം അവസാനത്തോടെ ലയനം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ലയനത്തിന് ശേഷം എയർ ഇന്ത്യയിൽ സിംഗപ്പൂർ എയർലൈൻസിന് 25.1% ഓഹരി ഉണ്ടാകും. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $615.5 ബില്യൺ രേഖപ്പെടുത്തിയത് എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിരക്ക്. മെയ് 31 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് $4.83 ബില്യൺ വർധനവ്. ബംഗളൂരുവിനും ലണ്ടൻ ഗാറ്റ്വിക്കിനും ഇടയിൽ നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ച് എയർ ഇന്ത്യ. ഈ വർഷം ഓഗസ്റ്റ് 18 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് കമ്പനി. എയർ ഇന്ത്യയുടെ പുതിയ തീരുമാനം UKയിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ നഗരമായി ബംഗളൂരു മാറിയതോടെ. EY വേൾഡ് എന്റർപ്രണറായി വെള്ളയൻ സുബ്ബയ്യ ഈ ബഹുമതി ലഭിക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരൻ. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനും ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ചെയർമാനുമാണ് വെള്ളയൻ സുബ്ബയ്യ. റഷ്യയിൽ 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾ നദിയിൽ മുങ്ങി മരിച്ചു. വിദ്യാർത്ഥികൾ സെന്റ് പീറ്റേഴ്സ്ബർഗിനടുത്തുള്ള നദിയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒരാൾ രക്ഷപ്പെട്ടു. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും മരിച്ചതായാണ് റിപ്പോർട്ട്. ജൂൺ 9 ഫിലിപ്പീൻസിന്റെ 126ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങി UAE. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നത് എമിറേറ്റ്സ് ലവ്സ് ദിസ് ഫിലിപ്പീൻസ് എന്ന സോഷ്യൽ മീഡിയ പേജ്. പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ നയതന്ത്ര, സാമ്പത്തിക, സാമൂഹിക വ്യക്തികളും. എണ്ണവാതക ഉൽപ്പാദനം ഉയർത്തുന്നതിനായി സാങ്കേതിക സഹായം തേടി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ടെൻഡറുകൾ സ്വീകരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ONGC മുംബൈ ഹൈഫീൽഡിലെ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ. ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം ന്യായമെന്ന് JDU നേതാവ് ആനന്ദ് മോഹൻ. ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം നിറവേറ്റണമെന്നും ആനന്ദ് മോഹൻ. പ്രതികരണം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ നടന്ന പാർലമെന്ററി യോഗത്തിന് മുൻപായി.
വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് പാർലമെന്റ് സമുച്ചയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച 3 തൊഴിലാളികൾ അറസ്റ്റിൽ. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശ് സ്വദേശികളെ. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കാസിം, മോനിസ്, സോയബ് എന്നിവരെ. പതിനെട്ടാം ലോക്സഭയിലെ കോടീശ്വര എംപിമാരുടെ വിഹിതം 93% എന്ന റിപ്പോർട്ടുകൾ. കണക്കുകൾ പുറത്തുവിട്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഈ വർഷത്തെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥിയായി 5705 കോടി രൂപ ആസ്തിയുള്ള ചന്ദ്രശേഖർ പെമ്മസാനി. വരാനിരിക്കുന്ന മെട്രോ റെയിൽ സംരംഭങ്ങളിൽ സംയുക്ത പ്രവർത്തനത്തിനായി കൊങ്കൺ റെയിൽവേയുമായി കരാർ ഒപ്പിട്ട ഡൽഹി മെട്രോ ഇന്ത്യയിലും വിദേശത്തുമായി വരാനിരിക്കുന്ന പദ്ധതികളിൽ സഹകരിക്കാനാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്ന് അധികൃതർ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന പോലീസ് തയ്യാറായില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. നടപടിക്ക് നിർദ്ദേശിച്ചത് കൊച്ചിയിലെ CMRL കമ്പനി വ്യാജ പണമിടപാട് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോട്ടയം ജില്ലയിൽ 2 ദിവസം ശക്തമായ ഇടിമിന്നലിന് സാധ്യത. ജില്ലയിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം വിലക്കി. നാളെ വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഇല്ലിക്കൽ കല്ലിൽ 2 വിദ്യാർത്ഥികൾക്ക് മിന്നലേറ്റിരുന്നു. ആലപ്പുഴ മുഹമ്മയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കോട്ടയം ജില്ലയിൽ നിയന്ത്രണം. കുമരകം, ആർപ്പൂക്കര, ഐമനം, വെച്ചൂർ പഞ്ചായത്തുകളിൽ താറാവ്, കോഴി, കാട എന്നിവയുടെ മുട്ട, ഇറച്ചി എന്നിവയുടെ വിപണനം ജൂൺ 12 വരെ നിരോധിച്ചു. നിരീക്ഷണ മേഖലയിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവ കൊണ്ടുവരുന്നതിന് വിലക്കുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ്, RTO എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് പരിശോധനകൾ നടത്തും. കോട്ടയം ചാലുകുന്നിൽ ആംബുലൻസിന് പിന്നിൽ കാർ ഇടിച്ച അപകടം. രാത്രി 11:30ഓടെയായിരുന്നു സംഭവം. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് പിന്നിൽ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാർ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് 2021 മുതൽ സ്കൂളുകൾ മിക്സഡ് ആക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയത് 53 സ്കൂളുകൾക്ക്. ഇതിൽ ഉൾപ്പെടുന്നത് 26 സർക്കാർ സ്കൂളുകളും 27 എയ്ഡഡ് സ്കൂളുകളും. ലിംഗസമത്വം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്നും ആൺകുട്ടികളോ പെൺകുട്ടികളോ മാത്രം പഠിക്കുന്ന സ്കൂളുകൾ മിക്സഡ് ആക്കുന്നതിന് അനുഭാവപൂർവമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ വിജയിച്ചില്ലെന്ന പരാതിയിൽ സാമ്പത്തിക സഹായം അനുവദിച്ച സംസ്ഥാന സർക്കാർ. ഇതുവരെ അനുവദിച്ചത് 3,06,772 രൂപ. സർക്കാർ നടപടി സാമ്പത്തിക സഹായം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. പരാതിക്കാരന് ട്രാൻസ്ജെൻഡർ ID കാർഡ് അനുവദിച്ചതായും സാമൂഹ്യനീതി വകുപ്പ്. പരാതിക്കാരനെ ജാതീയമായി അധിക്ഷേപിച്ചതായും ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതി. ജാതീയ അധിക്ഷേപം നേരിട്ടത് വെള്ളക്കെട്ടിനെ തുടർന്ന് പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ച KR കൃഷ്ണന്. പരാതി നൽകിയത് തൃക്കാക്കര നഗരസഭാ കൗൺസിലർ ഷാജി വാഴക്കാലയ്ക്കെതിരെ. പരാതിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ സംഘത്തോടൊപ്പം എത്തിയ കൗൺസിലർ ഷാജി വാഴക്കാല ആക്രമിക്കാൻ ശ്രമിക്കുകയും അധിക്ഷേപം നടത്തുകയുമായിരുന്നു. പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊല്ലം ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ യുവ നഴ്സിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊല്ലം പൂന്തലത്താഴം സ്വദേശി അമൽരാജിന്റെ മൃതദേഹം. തിരയിൽപ്പെട്ട് അമൽരാജിനെ കാണാതായത് ഇന്നലെ രാത്രിയോടെ. പോർട്ടിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വിട്ടുനൽകും.
കൊല്ലം ദേശീയപാതയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ പില്ലർ ക്യാപ്പ് തകർന്ന് 2 അതിഥി തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. അപകടം ബൈപ്പാസിൽ കാവനാട് കുരീപ്പുഴ ഭാഗത്തെ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ക്യാപ്പുകൾ നിർമ്മിക്കുന്നതിനിടെ. അതേസമയം പാലം തകർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ മണ്ഡലങ്ങളിൽ UDF റോഡ് ഷോ നടത്തിയത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി. ഓരോ കേന്ദ്രങ്ങളിലും 100 കണക്കിന് ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇരവിപുരം, കൊല്ലം, കുണ്ടറ, ചവറ മണ്ഡലങ്ങളിലെ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം നടത്തിയിരുന്നു. ഒറ്റയാന്റെ ആക്രമണത്തിൽ വയനാട് മാരപ്പൻമൂലയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക കൃഷിനാശം. കൃഷി നശിപ്പിക്കുന്നത് നെയ്ക്കുപ്പ വനത്തിൽ നിന്നെത്തിയ ഒറ്റയാൻ. ഇതേ ഒറ്റയാൻ കഴിഞ്ഞ 2 വർഷമായി മേഖലയിൽ വ്യാപകമായ കൃഷിനാശം വരുത്തുകയാണ്. ഒറ്റയാനെ പിടികൂടണമെന്ന് ജനപ്രതിനിധികളടക്കം പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജില്ലാ കളക്ടറുടെ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് യൂണിയൻ. ടിപ്പർ വാഹനങ്ങൾക്ക് 2 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറായി സമയ നിയന്ത്രണം ഏർപ്പെടുത്തിയ തീരുമാനം പിൻവലിക്കണമെന്നാണ് ആവശ്യം. നിയന്ത്രണം ഏർപ്പെടുത്തിയത് ജില്ലയിലെ സ്കൂൾ, കോളേജ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 മണി വരെയും. ടിപ്പർ വാഹനങ്ങൾക്കും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കുമാണ് നിയന്ത്രണം. കാറ് കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം നടന്നത് ദേശീയപാതയിൽ കളർക്കോട് ജംഗ്ഷന് സമീപം. വെള്ളിയാഴ്ച രാത്രി 8:30 അപകടം. വാട്ടർ അതോറിറ്റി കുഴിച്ച് കുഴി മൂടാതെ കിടന്നതാണ് അപകട കാരണം. ചെങ്ങന്നൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായത് മലപ്പുറം ചോക്കാട് സ്വദേശി മുഹമ്മദ് ഹാഷിർ. പൂക്കോട്ടുപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പ്രതി പിടിയിലായത് വിപണിയിൽ 1,00,000 ലക്ഷം രൂപയോളം വില വരുന്ന ഹാഷിഷ് ഓയിലുമായി. സുൽത്താൻ ബത്തേരിയിൽ MDMA-യുമായി യുവാക്കളെ പിടികൂടിയ സംഭവത്തിൽ കൂട്ടുപ്രതികൾ അറസ്റ്റിൽ. പോലീസ് പിടികൂടിയത് സുൽത്താൻ ബത്തേരി സ്വദേശി അജിത് രാജ്, ഗുഡല്ലൂർ സ്വദേശി അഭിജിത്ത് എന്നിവരെ. അജിത് രാജിനെ ബംഗളൂരുവിൽ നിന്നും അഭിജിത്തിനെ ദേവർഷോലയിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വാഹനം കെട്ടിവലിച്ച് അപകടമുണ്ടാക്കിയ കേസിലെ പ്രതികൾ അറസ്റ്റിലായത് കുറുപ്പംകുളങ്ങര സ്വദേശി ശ്യാം മോഹൻ, തൈക്കൽ സ്വദേശി ഗോപകുമാർ എന്നിവർ. അർത്തുങ്കൽ പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഇരുവരും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത 84.48 കിലോമീറ്ററിൽ നിന്ന് 76.25 കിലോമീറ്ററായി കുറഞ്ഞതായി റെയിൽവേ മന്ത്രാലയം. സംവിധാനം ജാഗ്രതാ വേഗത നിലനിർത്താൻ വന്ദേ ഭാരതിനൊപ്പം മറ്റു പല ട്രെയിനുകളും പല സ്ഥലങ്ങളിലും ജാഗ്രതാ വേഗത നിലനിർത്തുന്നുണ്ടെന്നും റെയിൽവേ. കൊല്ലം പ്രവാസി അസോസിയേഷൻ മനാമ ഏരിയ സമ്മേളനം മനാമ MCMA ഹാളിൽ നടന്നു. ഏരിയ കോർഡിനേറ്റർ മനോജ് ജമാൽ ഉദ്ഘാടനം ചെയ്തു. KPA പ്രസിഡന്റ് നിസാർ കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ, ഏരിയ സെക്രട്ടറി ഷമീർ സലീം, ഏരിയ ട്രഷറർ അബ്ദുൾ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി. കോടതി നിർദ്ദേശം. കൊണ്ടോട്ടി ഡിവിഷൻ ഡിവൈഎസ്പിക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ ആദ്യ സ്കൂളുകളിലൊന്നായ എടവക പള്ളിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ UP സ്കൂളായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് PTA ഹൈക്കോടതിയിൽ. സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യം നടപ്പാക്കാത്തതിനെ തുടർന്ന്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും കൂടുതലായി ആശ്രയിക്കുന്ന പള്ളിക്കൽ
GLP സ്കൂൾ 1896 സ്ഥാപിതമായത്. നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി പട്ടാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 12 മുറി VVUPS സ്കൂളിലെ കുട്ടികൾക്കാണ് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തത്. പരിപാടി SFI കേന്ദ്ര കമ്മിറ്റി അംഗം അഞ്ജു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. SFI ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് അനന്തു അധ്യക്ഷത വഹിച്ചു. ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ SSLC +2 യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മികവ് 2024 സംഘടിപ്പിച്ചു. സിനിമാ താരവും സംവിധായകനുമായ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അധ്യക്ഷനായി. NK പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ 1ാം സ്ഥാനം നേടിയ തൃശൂർ സ്വദേശി കൃഷ്ണപ്രിയയ്ക്ക് പശുക്കുട്ടിയെ സമ്മാനിച്ച് മൃഗസംരക്ഷണ വകുപ്പ്. കൃഷ്ണപ്രിയയ്ക്ക് പശുക്കുട്ടിയെ സമ്മാനിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി നേരിട്ടെത്തി. കലോത്സവ മത്സരത്തിനണിയാനുള്ള വേഷം വാങ്ങാൻ വീട്ടിലെ ഉപജീവനമാർഗമായ പശുവിനെ വിറ്റാണ് കൃഷ്ണപ്രിയ മത്സരിച്ച് 1ാം സ്ഥാനം നേടിയത്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും മറ്റും കാരണം നീണ്ടുപോയ ചടങ്ങ് മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നടന്നു.